മാഷേ, എന്താണ് ഈ ഇമോഷണൽ ഈസ്തറ്റിക്സ്? ഇമോഷണൽ ഈസ്തറ്റിക്സ് കുറച്ച് ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ പൊതുവേ ഈസ്തറ്റിക്സിനെ കുറിച്ച് ആളുകൾ സംസാരിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ, ഇമോഷൻസ്, സോൾഫുൾനെസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഈസ്തറ്റിക്കലി അപ്പീലിംഗ് ആവാം, അല്ലെങ്കിൽ അവനവന് തന്നെ ബുദ്ധിമുട്ടില്ലാത്ത മറ്റുള്ളവർക്കും കൂടി കമ്പാഷനും എമ്പതിയൊക്കെ ഉള്ള രൂപത്തിൽ എങ്ങനെ റിലേഷൻഷിപ്സിനെയും അവനവനെ തന്നെയും മാനേജ് ചെയ്യാം എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു വർക്ക്ഷോപ്പ് സീരീസാണ് ഇമോഷണൽ ഈസ്തറ്റിക്സ്. ഇപ്പോൾ ലൈഫ് ലോങ് ഒരാൾ സാറിൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് തന്നെ ഉണ്ടാകുന്ന ടേക്ക് അവേസ് എന്തൊക്കെയായിരിക്കും? ഈ വർക്ക്ഷോപ്പിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ തന്നെ നന്നായിട്ട് അറിയുക. അപ്പോൾ ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഓരോ മനുഷ്യന് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് എന്തായാലും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മളെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഒരു ഇന്നർ എക്സ്പ്ലോറേഷന് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇമോഷണൽ മാനേജ്മെൻറ്റ്, നമ്മളുടെ ഇപ്പോൾ ആങ്കർ ആണെങ്കിലും ഗ്രീഫ് ആണെങ്കിലും അപ്പോൾ അതിനെ എങ്ങനെ നമ്മളെ തന്നെ എങ്ങനെ വിറ്റ്നസ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും പറ്റും, ഡാമേജ് കുറച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുന്നിലേക്ക് റിലേഷൻഷിപ്സിലൊക്കെ വരുന്ന ടോക്സിസിറ്റി, നോൺ ടോക്സിക് റിലേഷൻഷിപ്സിൻ്റെ വ്യത്യാസം എന്താണ്, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഇൻറ്റഗ്രിറ്റി ഉള്ള റിലേഷൻഷിപ്സ് എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ പൊതുവേ സോഷ്യൽ ഇമോഷണൽ സ്കിൽസ് അപ്പോൾ ആളുകൾക്ക് കമ്മ്യൂണിറ്റിയിൽ, ഫാമിലിയിൽ അല്ലെങ്കിൽ വർക്ക് ലൈഫിൽ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൽസ് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. ആ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്.